റോബിൻ ഹുഡ് എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? ആഹാ, അടിപൊളിയായിട്ട് കണ്ടു നോക്കാം. పేరు రామ్ సార్. ఏజెన్సీ తగ్గట్టు రాబిన్ హుడ్ అని మార్చేసుకుంటాను. ఇంతకుముందు ఏం చేసేవాడివి? ഇതിലെ നായകൻ നിതിനാണ്. നിതിൻ റാം എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെയാണ് അവതരിപ്പിക്കുന്നത്. లేటుగా లేచేవాడిని. ఏ N95 మాస్క్ వేసుకుని ఒకడు వచ్చాడు సార్. ఎన్నుంటే అన్నీ పట్టుకుపోయాడు. റോബിൻ ഹുഡ് എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ, അതായത് മോഷണം ഒരു വിരുദാക്കി മാറ്റിയ ഒരു താരത്തിന്റെ കഥയാണ് പറയുന്നത്. റോബിൻ ഹുഡ് എന്ന് പറഞ്ഞ മലയാളത്തിൽ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, ഓർമ്മയുണ്ടല്ലോ? പൃഥ്വിരാജൊക്കെ അഭിനയിച്ചൊരു ചിത്രം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേപോലത്തെ തന്നെ കഥയിലൂടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇഴുകി ചേർന്ന് വരുന്ന ഒരു സംഭവ വികാസമാണ് ഈ ചിത്രത്തിൽ. ఖచ్చితంగా దొంగది పట్టుకోవాలి సార్. ഷൈൻ ടോം ചാക്കോ ഉണ്ട് ചിത്രത്തില്, പുള്ളിക്കാരനുണ്ട്. ఏవీ ఫార్మస్యూటికల్స్ కంపెనీ ఎండి డాక్టర్ మిస్ నీరా వాసుదేవ్ ఇండియాకి వస్తున్నారు. Z+ కేటగిరీ సర్వీస్ కావాలి. బాయ్స్ వాళ్ళు అడిగింది Z+ కేటగిరీ. వీళ్ళంతా 70+, 80+ వీళ్ళతో మేనేజ్ చేయలేము. ഈ ചിത്രത്തിന് സംഗീതം GV പ്രകാശ് കുമാറാണ്. അദ്ദേഹത്തിന്റെ ഒരു പാട്ട് ഇപ്പൊ തന്നെ സൂപ്പർ ഹിറ്റായി മാറിയുണ്ട്. അഡിഡ സർപ്രൈസു എന്ന് പറഞ്ഞൊരു പാട്ടില്ല, അത് സൂപ്പർ ഹിറ്റായി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി കാണാട്ടോ നമുക്ക്. కొవ్వొత్తి వెలుగునిస్తుంది, కానీ అది వెలగాలంటే ఇలాంటి ఫైర్ కావాలి. ശ്രീലീല നല്ലൊരു നടിയായിട്ട്, മികച്ച നടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീലീല ഇപ്പൊ തെലുങ്കില് മിന്നി നിൽക്കുന്ന ഒരു നായികയാണ്. మనం కూడా మన 4 ఫాదర్స్ ని ఫాలో అవ్వాలి. ఈ అమ్మాయికి 4 ఫాదర్స్. 4 ఫాదర్స్ అంటే నలుగురు ఫాదర్స్ నలిగిపోయిన మధురు కాదయ్యా, మన పూర్వీకులు అనర్థం. పూర్వీకులు అంటే అదో క్యాస్ట్ కదా. ఏదో ఒకటి చేసి నెక్స్ట్ ఇయర్ పద్మశ్రీ లిస్ట్ లో ఈయన పేరు కూడా యాడ్ చేయించేలా చూడు. അത്യാവശ്യത്തിന് കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിത്രത്തില്. സൂപ്പറാണ് സംഭവം, അടിപൊളിയാണ് എന്തായാലും. అసలు నీ స్కెచ్ ఏంటి? పండేదే బంగారం. ఇప్పుడు రావాలన్నా పోవాలన్నా నా అనుమతి తప్పనిసరి. എല്ലാം കിടിലാണ്ടാ. എന്തായാലും ലഹരി മാഫിയ സംഘങ്ങളൊക്കെ ചിത്രത്തിലെ ഇങ്ങനെ പ്രതിപാദിച്ച് കാണിക്കുന്നുണ്ട്. ఇప్పుడు వస్తుందిరా అసలైన కిక్కు. జై స్వామి. కరోనా వస్తే క్వారంటైన్ 14 days, నేను వస్తే లైఫ్ లాంగ్. ఈ ప్రపంచమే చాలా ఇల్లాజికల్ జ్యోతి గారు. ఎలా? ఇంగ్లాండ్ ఈతో స్టార్ట్ అవుతుందా? యా. ఇండియా ఐతో స్టార్ట్ అవుతుంది. പുലി വന്നു. ഓസീസിന്റെ സൂപ്പർ ഹിറ്റ് ബാറ്റ്സ്മാൻ ആണ് വാർണർ, ഡേവിഡ് വാർണർ. വെടിച്ചില്ല അടികൾ കൊണ്ട് എവരുടെയും മനം കീഴടക്കിയ സൂപ്പർ താരം ഡേവിഡ് വാർണർ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പൊ ഒരു മികച്ച ചിത്രമായി മാറട്ടെ നമ്മൾ ആശംസിക്കുകയാണ്. വെങ്കി കുടുമലയാണ് ഇതിന്റെ തിരക്കഥയും സംവിധാനവും ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മാസ് കളക്ഷൻ സൂപ്പർ ഹിറ്റ് ആവട്ടെ ഈ ചിത്രം നമ്മൾ ആശംസിക്കുകയാണ്. അപ്പൊ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.